+1 കെമിസ്ട്രി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. അതിൽ എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ബോർ അറ്റോമിക് മോഡൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ടപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രൽ ലൈൻസ്, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ആക്ച്വലി ഈ എക്സ്പ്ലനേഷൻ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ബാമർ സീരീസ്, ലൈമാൻ സീരീസ്, അതുപോലെ പാഷൻ, ഫണ്ട്, ബ്രാക്കറ്റ് സീരീസ്, ഇത്രയും സീരീസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഈ സീരീസിൻ്റെയൊക്കെ വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ലൈമാൻ സീരീസിലാണെങ്കിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ബാമർ സീരീസിൽ വിസിബിൾ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. ബാക്കി മൂന്നിലും ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ ഇതിൻ്റെ വേവ് ലെങ്ത്തും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആക്ച്വലി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളതുകൊണ്ട് +1 ക്ലാസ്സിൽ മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനർജി ഒരു ലെവലിൽ നിന്ന് മറ്റേ ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്ന ടൈമിൽ, ഫോർ എക്സാമ്പിൾ ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തുമാത്രം എനർജി ഇവർ അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ എനർജി ട്രാൻസിഷൻസ്, അതുപോലെ തന്നെ റിവേഴ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്ന ടൈമിൽ എന്തുമാത്രം എനർജി ഇവർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എനർജിയിൽ എനർജി ട്രാൻസിഷൻ, ചേഞ്ച് ഇൻ എനർജി, ഡെൽറ്റ ഈക്വൽ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ, അതുപോലെ തന്നെ വേവ് ലെങ്ത്തിൻ്റെ ഒരു എക്സ്പ്രഷനും പിന്നെ ഫ്രീക്വൻസിക്ക് ന്യൂ അതിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വലി എക്സ്പ്ലനേഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുകയാണ്. ഇലക്ട്രോൺ മൂവ്സ് ഫ്രം ദി സ്മോളർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഗതിയാണ്. സ്മോളർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ചാടും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്ന ടൈമിൽ എനർജി അബ്സോർബ് ചെയ്യുന്നു അല്ലേ. അതിന് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞായിരുന്നു. ഇനി അതുപോലെ എനർജി എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് എനർജി എമിറ്റ് ചെയ്യുന്നത്? അത് ഇലക്ട്രോൺ മൂവ്സ് ഫ്രം ഹയർ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ്. ഓക്കെ, ഇനി ഈ രണ്ട് ഓർബിറ്റ് ഇപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യുന്ന ടൈമിലും കുറച്ച് എനർജി ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. എനർജി അബ്സോർബ് ചെയ്യുന്നു, പിന്നെ എനർജി എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ഈ രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സ്പ്രഷൻ ഇവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ എനർജി. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ ഫസ്റ്റ് n is equal to 1 നിന്ന് n is equal to 3 ചാടി. ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് തേർഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്ത ടൈമിൽ അത് എന്തുമാത്രം എനർജി അബ്സോർബ് ചെയ്തു. അപ്പോൾ ആ ചേഞ്ച് ഇൻ എനർജി നമ്മളെ ഡെൽറ്റ ഇ എന്നുള്ള സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? EF, അതായത് എനർജി ഓഫ് ദി ഫൈനൽ ഓർബിറ്റ് മൈനസ് എനർജി ഓഫ് ദി ഇനീഷ്യൽ ഓർബിറ്റ്. കാരണം തേർഡ് എനർജി ഓർബിറ്റലിനായിരിക്കുമല്ലോ എനർജി കൂടുതൽ. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്തപ്പോൾ അതിന് ഇലക്ട്രോൺ എനർജി കൂടുതലായി മാറി. അപ്പോൾ കൂടുതൽ എനർജി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അത് ഹയർ എനർജി ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഹയർ എനർജി ഓർബിറ്റിനായിരിക്കും എനർജി കൂടുതൽ. സോ അതുകൊണ്ടാണ് EF നമ്മൾ ആദ്യം കൊടുത്തത്. സോ EF മൈനസ് EI. EF എന്ന് വെച്ചാൽ എന്താണ്? ഇനി ഫൈനൽ ഓർബിറ്റ്, മറ്റത് EI എന്നുള്ളത് ഇനീഷ്യൽ ഓർബിറ്റ്. ഓക്കെ, ഇനി എനർജി ഓഫ് ദ ഫൈനൽ ഓർബിറ്റ് മൈനസ് എനർജി ഓഫ് ദി ഇനീഷ്യൽ ഓർബിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ഇ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി എനർജിക്കുള്ള എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. RH/NF². ഇത് ആക്ച്വലി RH × EZ²/n² എന്നുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z നമുക്ക് 1 ആണ്. അപ്പോൾ അത് നമ്മൾ RH × NF², Z നമ്മൾ 1 ആയിട്ട് എടുത്തു. സോ RH/n² എന്നാണ്. സോ NF5. അപ്പോൾ നമ്മളിവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. NF² മൈനസ് RH/ni². ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ RH × EZ²/n², RH × EZ²/n². അപ്പോൾ അതിൽ Z എന്നുള്ളത് ഹൈഡ്രജൻ ആറ്റം ആയത് കാരണം 1 ആണ്. ഓക്കെ, സോ RH/n². അപ്പോൾ അതാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ EF എന്നുള്ളത് RH/NF² മൈനസ് RH/ni². ഓക്കെ, അപ്പോൾ EF മൈനസ് EI എന്നുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനിലും RH കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ പുൾ ഔട്ട് ചെയ്തു. സോ RH × 1/n²
ni സ്ക്വയർ മൈനസ് 1/nf². ഓക്കെ, ഇനി ആർ എച്ചിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അത് 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾസ് ആണ്. സോ 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾസ്. ഓക്കെ, ഇൻറ്റു 1/ni² മൈനസ് 1/nf². അപ്പോൾ ഈ എക്സ്പ്രഷനാണ് നമ്മൾ ഡെൽറ്റ ഇ. എന്താണ് ഡെൽറ്റ ഇ? ചേഞ്ച് ഇൻ എനർജി ബിറ്റ്വീൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. ഇപ്പോൾ രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ വരുന്ന എനർജിയുടെ ചേഞ്ച്. അത് അബ്സോർപ്ഷൻ ആകാം അല്ലെങ്കിൽ എമിഷൻ ആകാം. ഓക്കെ, ഏത് തന്നെയായിരുന്നാലും ആ ചേഞ്ച് ഇൻ എനർജിക്കുള്ള എക്സ്പ്രഷനാണ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾസ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ഇൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അബ്സോർബ് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഓർത്ത് വയ്ക്കുക എപ്പോഴും. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/ni² മൈനസ് 1/nf². ni എന്നുള്ളത് ഇനീഷ്യൽ ഓർബിറ്റ്, nf എന്നുള്ളത് ഫൈനൽ ഓർബിറ്റ്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിനി നമ്മൾ കണ്ടുപിടിക്കുന്നത് വേറെ രണ്ട് എക്സ്പ്രഷനും കൂടി നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സ്പ്രഷനാണ് ഫ്രീക്വൻസി. ഇപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ റേഡിയേഷൻസ് ആണ് ആക്ച്വലി. എനർജി എന്നോട് ഉദ്ദേശിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി, ഈ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് അബ്സോർപ്ഷൻ ആകാം അല്ലെങ്കിൽ എമിഷൻ ആകാം. എന്തായാലും അതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു എക്സ്പ്രഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് അല്ലേ? ഈ എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് ഡെൽറ്റ ഇ ബൈ എച്ച്. ഫ്രീക്വൻസിയാണ് ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഈ ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷനാണ് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ നോക്കിയത്. ആർ എച്ച് അല്ലേ? ഡെൽറ്റ ഇയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ആർ എച്ച് ഇൻറ്റു 1/ni² മൈനസ് 1/nf². അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്നുള്ള എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. ഓക്കെ, അത് അവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആർ എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം 2.18 ഇൻറ്റു 10⁻⁻18 ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് സോൾവ് ചെയ്യുക. ഈ 2.18 ബൈ 10⁻⁻18 6.626 ഇൻറ്റു 10⁻⁻34 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.29 ഇൻറ്റു 10⁻15 ഈ വാല്യൂ കിട്ടും. നമ്മൾ എക്സ്പ്രഷൻസ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഈ ആർ എച്ച് ബൈ എച്ച് എന്നുള്ള വാല്യൂ എക്സ്പ്രഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. 3.29 ഇൻറ്റു 10⁻15 ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഓക്കെ, അപ്പോൾ നേരത്തെ ഉള്ള എക്സ്പ്രഷനിൽ ജൂൾ 2 നമ്മൾ ക്യാൻസലാക്കി കളയും. അതുപോലെ ഇവിടുത്തെ ജൂളും ക്യാൻസലാക്കി കളഞ്ഞു. പിന്നെയുള്ള സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ആ സെക്കൻഡ് ഇൻവേഴ്സിനാണ് നമ്മൾ ഹേർട്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ഹേർട്സ് ആണ്. ഓക്കെ, സോ ന്യൂ ഈസ് ഈക്വൽ ടു 3.29 ഇൻറ്റു 10⁻15 1/ni² മൈനസ് 1/nf² ഹേർട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ന്യൂവിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ വേവ് നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേവ് നമ്പറിനുള്ള എക്സ്പ്രഷനാണ് വേവ് നമ്പർ ന്യൂ ബാർ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് നമ്മൾ വേവ് നമ്പർ ആക്ച്വലി റിപ്രസെൻ്റ് ചെയ്യുന്നത്. ന്യൂ ബാർ. ഓക്കെ, സോ വേവ് നമ്പർ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ ബൈ സി, ഫ്രീക്വൻസി ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ്. സി മീൻസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ തന്നെ എഴുതി ആർ എച്ച് ബൈ എച്ച് ഇൻറ്റു അല്ലേ? ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ന്യൂ ഈസ് ഈക്വൽ ടു ആർ എച്ച് ബൈ എച്ച് ഇൻറ്റു 1/ni² മൈനസ് 1/nf². അതോടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് സി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. സോ ആർ എച്ച് ബൈ എച്ച് ഒക്കെ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു. അത് 3.29 ഇൻറ്റു 10⁻15 അതിവിടെ അപ്ലൈ ചെയ്യുക. ദെൻ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/ni² മൈനസ് 1/nf²
ഇൻറ്റു സെക്കൻഡ് ഇൻവേഴ്സ്. യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ഇൻവേഴ്സാണ്. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എക്സ്പ്രഷനാണ് 1.0967 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 1/ni² മൈനസ് 1/nf² ഇൻറ്റു മീറ്റർ ഇൻവേഴ്സ്. ബിക്കോസ് ഈ സെക്കൻഡ് ഇൻവേഴ്സും ഇവിടെ മേളിലെ സെക്കൻഡ് ഇൻവേഴ്സും ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് വരുന്നത് മീറ്ററാണ്. അത് മേളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മീറ്റർ ഇൻവേഴ്സായി മാറും. സോ ന്യൂ ബാറിൻ്റെ എക്സ്പ്രഷനാണ് ന്യൂ ബാർ. അതായത് വേവ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് 1.0967 ഇൻറ്റു 10⁻⁷ ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഓക്കെ. ഇനി അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ NF ഈസ് ഗ്രേറ്റർ ദാൻ NI. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കണ്ടീഷനാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ NF എന്നുള്ളത് ഗ്രേറ്റർ ദാൻ NI ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എനർജി ഈസ് അബ്സോർബ്ഡ്. അപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇനി എമിഷൻ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആയിരിക്കും. എമിഷൻ സ്പെക്ട്രത്തിൽ NI ഈസ് ഗ്രേറ്റർ ദാൻ NF വരും. NI ഗ്രേറ്റർ ദാൻ NF. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ ഈസ് നെഗറ്റീവ് ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. ഈ രണ്ട് കണ്ടീഷനും ഓർത്തു വയ്ക്കുക. കണ്ടീഷൻ 1 ആൻഡ് കണ്ടീഷൻ 2. ഇനി ഇതിൽ പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെക്ട്രൽ ലൈൻസ് കൂടുതൽ കിട്ടും. ഈ രണ്ട് പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻ കേസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഡിഫറെൻറ്റ് പോസിബിൾ ട്രാൻസിഷൻസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് ദസ് ലീഡിങ് ടു ലാർജ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. ഇനി brightness or intensity of spectral lines depends upon the number of photons of same wavelength or frequency absorbed or emitted. നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസിൻ്റെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ ഇലക്ട്രോണുകൾ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോൺസിൻ്റെ, അതായത് എനർജിയുടെ വേവ് ലെങ്ത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഈ രണ്ട് പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്യണം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. ഓക്കെ. ദി ക്വസ്റ്റ്യൻ ഈസ് what are the frequency and wavelength of a photon emitted during a transition from n equals 5 state to n equals 2 in the hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൽ n equals 5-ൽ നിന്ന് n equals 2-ലേക്ക്, അതായത് n equals 5 എന്നുള്ള ഓർബിറ്റിൽ നിന്ന് n equals 2-ലേക്ക് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നു. അപ്പോൾ ഫോട്ടോൺസ് എമിറ്റ് ചെയ്തു. ഫോട്ടോൺ എമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനർജി എമിറ്റ് ചെയ്തു, എനർജി റിലീസ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ റിലീസ് ചെയ്ത എനർജിയുടെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഇതിൻ്റെ വേവ് ലെങ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ n = 5 എന്നുള്ളത് ഇനീഷ്യൽ NI ആയിട്ട് എടുക്കണം. അതുപോലെ n equals 2 എന്നുള്ളത് അത് രണ്ടാമത്തെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ NI എന്നുള്ളത് 5-ഉം ഇനീഷ്യൽ ഓർബിറ്റ് 5-ഉം ഫൈനൽ ഓർബിറ്റ് 2. കാരണം 5th ഓർബിറ്റിൽ നിന്ന് 2nd ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 2nd ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ വരുമ്പോൾ ഈ സീരീസിന് നമ്മൾ പറയുന്ന പേരാണ് ബാമർ സീരീസ്. ഫസ്റ്റ് ഓർബിറ്റിലേക്കായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ലൈമൻ സീരീസ്. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്? ന്യൂ = ΔE/h എന്നാണ്. പക്ഷേ ഇവിടെ ΔE തന്നിട്ടില്ല, ചേഞ്ച് ഇൻ എനർജി തന്നിട്ടില്ല. അതുകൊണ്ട് ΔE ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ΔE = നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു 2.18 ഇൻറ്റു 10⁻⁻18 ജൂൾസ് ഇൻറ്റു 1/ni² മൈനസ് 1/nf². ഓക്കെ. ഇത് വെച്ചിട്ട് ΔE കണ്ടുപിടിക്കാം. അപ്പോൾ ΔE കണ്ടുപിടിക്കാനായിട്ട് ഈ NI തന്നിട്ടുണ്ട്, NF തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ ബി 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/ni എത്രയാണ്? NI = 5. 1/5² മൈനസ് 1/2². ഓക്കെ.
ഇനി ഇത് സോൾവ് ചെയ്യുക. ഈ 1/5² 1/25 ആകും, 1/4², ഐ മീൻ 1/2² 1/4 ആകും. എൻ്റെ LCM ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. 2.18 ഇൻറ്റു 10⁻⁻18. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ 0.21 കിട്ടും, -0.21 കിട്ടും. ഓക്കെ, ഇനി ഇത് തമ്മിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ നെഗറ്റീവ് സൈൻ ഇവിടെ കോമൺ ആയിട്ട് വരും. 0.4578 ഇൻറ്റു 10⁻⁻18. ഇത് സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് എഴുതുമ്പോൾ ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് മാറ്റിയിടുക. അപ്പം എങ്ങനെ വരും? 4.578 എന്നുള്ളത് 58 ആയിട്ട് എഴുതുന്നു, ഇൻറ്റു 10⁻⁻19 ജൂൾസ്. എനർജി ഇത് കാരണം ജൂളായിരിക്കും അതിൻ്റെ യൂണിറ്റ്. സോ ദിസ് ഈസ് ദി ഡെൽറ്റ ഇ. ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. So therefore frequency is equal to ഇവിടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഡെൽറ്റ ഇ ബൈ എച്ച്. അപ്പോൾ ഡെൽറ്റ ഇ നമുക്ക് കിട്ടിയല്ലോ 4.58 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 6.626 ഇൻറ്റു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.58ഉം 6.626 കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 0.691 ഇൻറ്റു 10⁻⁻19. 10⁻⁻34 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10⁻34 ആയി മാറും. ഓക്കെ, ദെൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ -19ഉം 34ഉം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻15 കിട്ടും. സോ 0.691 ഇൻറ്റു 10⁻15. സയൻറ്റിഫിക് നൊട്ടേഷനിലാക്കുക. ഇത് ഹേർട്സ് ആണ്, ഇൻ ടേംസ് ഓഫ് ഹേർട്സ്, ഫ്രീക്വൻസി ഹേർട്സിലാണ്. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റ് ഇപ്പുറത്തേക്ക് എഴുതണം. ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയിൻ്റ് ഇടണം. സോ ഇറ്റ് വിൽ ബി 6.91 ഇൻറ്റു 10⁻14 ഹേർട്സ്. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 6.91 ഇൻറ്റു 10⁻14 ഹേർട്സ്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. നെക്സ്റ്റ് ഇത് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ ലാംഡ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് C by nu. Lambda means wavelength. So C എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദാറ്റ് ഇസ് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ന്യൂ. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 6.91 ഇൻറ്റു 10⁻14 ഹേർട്സ്. ഹേർട്സ് എന്നുള്ളത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് യൂണിറ്റ് വരുമ്പോൾ ഇൻ ടേംസ് ഓഫ് മീറ്ററിൽ വരും. ഈ ഹേർട്സ് എന്നുള്ളത് ഡിനോമിനേറ്ററിലായത് കാരണം അത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ന്യൂമറേറ്ററിൽ വരുമ്പോൾ. അപ്പോൾ ഈ സെക്കൻഡും ഹേർട്സ് നമ്മൾ ക്യാൻസൽ ആയി പോകും. സോ ദ യൂണിറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് മീറ്റർ. സോ 3 ഡിവൈഡഡ് ബൈ 6.91 എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.434 ഇൻറ്റു 10⁻8 ഇൻറ്റു 10⁻⁻14. ഈ 14 ഡിനോമിനേറ്ററിലെ 14 ന്യൂമറേറ്ററിൽ വരുമ്പോൾ 10⁻⁻14 ആയി. ഇനി 8 -14 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.434 ഇൻറ്റു 10⁻6. ഓക്കെ, ഇത്രയും മീറ്ററാണ്. ഇനി നമ്മളിത് നാനോമീറ്ററിലേക്ക് എഴുതണം. 1 നാനോമീറ്റർ എന്ന് പറയുന്നത്
10⁻⁹ മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് 434 × 10⁻³ ആണ്. ആക്ച്വലി ഈ 0.434 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതിൽ 434 × 10⁻³ അല്ലേ. അപ്പോൾ ഇത് ഞാൻ 434 × 10⁻³ × 10⁻6 എഴുതുന്നു. അപ്പോൾ 10⁻³ 10⁻6 കൂടി വരുമ്പോൾ എത്രയായി? 10⁻⁹ ആയി അല്ലേ. 10⁻⁹ × 434 എന്നുള്ളത് നാനോമീറ്ററാണ്, 1 നാനോമീറ്ററായി. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 434 നാനോമീറ്റർ. ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരും. അത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ ഡ്യുവൽ നേച്ചർ, അത് ഡി ബ്രോളി റിലേഷൻ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ, സി യു.